വാർത്തകൾ തുടരുന്നു. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്ത് ബോട്ട് തകർന്നു. ശക്തമായി വീശിയടിച്ച കാറ്റിൽ കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത്. ബോട്ട് പൂർണ്ണമായും തകർന്നു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്നും ചേരുന്നു. ജോസഫ്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബോട്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ്. എപ്പോഴായിരുന്നു സംഭവം? നിലവിൽ ബോട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വിശദാംശങ്ങൾ. വൃന്ദ, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. ശക്തമായി വീശിയടിച്ച കാറ്റിലാണ് ഈ മത്സ്യബന്ധന ബോട്ട് തകർന്നത്. ഈ നീലേശ്വരം തൈക്കുടപ്പുറത്ത് മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി പുലിമൂട്ടിനിടിച്ച് പൂർണ്ണമായും തകരുകയായിരുന്നു. ചെറുവത്തൂർ സ്വദേശിയായിട്ടുള്ള മടക്കര കാവുംചിറയിലെ ശ്രീനിവാസന്റെ ഉടമസ്ഥതയിലുള്ള ഈ കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നങ്കൂരമിട്ടിരുന്ന ബോട്ട് പൊട്ടിപ്പോയതാണ് ഇത്തരത്തിൽ ബോട്ട് ഒഴുകി പോകാൻ കാരണം. ഇങ്ങനെ പുലിമൂട്ടിനിടിച്ചാണ് ഈ അപകടമുണ്ടായത്. ഈ ഫിഷറീസ് വകുപ്പിന്റെ കടലിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിൽ ബോട്ടിനെ കരക്കടിപ്പിക്കുവാൻ സാധിച്ചില്ല. പിന്നീട് ഇത് പുലിമൂട്ടിനിടിച്ച് തകരുകയായിരുന്നു. ആർക്കെങ്കിലും ആളപായമൊന്നുമില്ല. ഇത് നങ്കൂരമിട്ടിരുന്ന ഒരു ബോട്ടായിരുന്നു. ആളപായമൊന്നുമില്ല. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ ബോട്ടിന്റെ ഭാഗങ്ങൾ ഈ കടലിൽ ഒഴുകി നടക്കുകയാണ് വൃന്ദ. വ്യക്തമാണ്. കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്താണ് ബോട്ട് ശക്തമായ കാറ്റ് വീശിയടിച്ച് കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത്. ബോട്ട് പൂർണ്ണമായും തകർന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ബോട്ട് തകർന്നതുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ. മറ്റു വാർത്തകളിലേക്ക്. മൃഗസംരക്ഷണ വകുപ്പിന്റെ മണാർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 9,000 കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് നടത്തിയ സാമ്പിൾ